ആലപ്പുഴ പള്ളിപ്പുറത്തെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ ജീവിതം നിഗൂഢതകൾ നിറഞ്ഞതാണ്. 5 സ്ത്രീകളുടെ തിരോധാന കേസിന്റെ അന്വേഷണം അയാളിലേക്ക് എത്തിയിട്ടും പോലീസിന്റെ ചോദ്യമുനയിൽ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന കാഴ്ച. ജൈനമ്മയെയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആ കേസിൽ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. നിലവിൽ ജൈനമ്മ കൊലക്കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്ന സെബാസ്റ്റ്യനെ 7 ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആയിഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസിന് സെബാസ്റ്റ്യനിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകളിലാണ് ഇതുവരെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് ബിന്ദു കൊലപാതക കേസാണ് എന്നുള്ളതാണ് പ്രത്യേകത. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സെബാസ്റ്റ്യൻ എന്ന സൂത്രശാലിയായ കുറ്റവാളിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന സെബാസ്റ്റ്യൻ ആലപ്പുഴ അന്വേഷണ സംഘത്തിന് മുന്നിൽ സ്ഥിരം നമ്പറുകൾ ഇറക്കാതിരിക്കില്ല. ജൈനമ്മ കേസിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ല എന്ന സ്ഥിരം പല്ലവി ഇത്തവണ സ്വന്തം നാട്ടിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ വിലപ്പോകില്ല. ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് സെബാസ്റ്റ്യനെ മാറ്റിയിരുന്നു. അവിടെ നിന്നാണ് ചേർത്തല കോടതിയിൽ ഇന്ന് എത്തിച്ചത്. ആയിഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് ഇരുവരുടെയും അടുത്ത സുഹൃത്തായ റോസമ്മ വെളിപ്പെടുത്തിയിരുന്നു. റോസമ്മ, ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയ സതീശൻ എന്നിവരെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. കേസുകളുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കൊണ്ടുപോകുമെന്ന സൂചനയും ക്രൈംബ്രാഞ്ച് നൽകുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ.